നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്തിനാ ചിരിക്കുന്നേ? അല്ല, അയൺ ബോക്സ് എടുത്ത് അയൺ ചെയ്യേണ്ട തുണിയുടെ മുകളിൽ തന്നെ വെച്ചിട്ട് പോയ നിന്റെ ബുദ്ധി ഓർത്ത് ഞാൻ ചിരിച്ചതാ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാരി ആയിരുന്നു അത്. അത് കരിഞ്ഞു പോയതിൽ എന്റെ വിഷമം. ഭാഗ്യം ഞാൻ എന്റെ മുണ്ടും ഷർട്ടും കൊണ്ടുവരാൻ ലേറ്റ് ആയത്, അല്ലെങ്കിൽ അതുകൂടെ കരിഞ്ഞാന്. അയ്യടാ, അതെ, ഈ കരിഞ്ഞൊക്കെ എടുത്ത് ഇനി മടക്കി വെച്ചിട്ട് എന്തിനാ? അത് കളഞ്ഞിട്ട് ബാക്കിയെല്ലായിടത്ത് അലമരയിൽ വെക്ക്. ഗൗതം ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പോവാ? രാവിലെ പോണ്ടേ? എനിക്ക് അത്യാവശ്യമായിട്ടൊരു മെയിൽ ചെക്ക് ചെയ്യുകയും വേണം, ഒരു മെയിൽ അയക്കുകയും വേണം. അല്ലെങ്കിൽ രാവിലെ ടെൻഷനായിരിക്കും. അയ്യോ ഗൗതം! അയ്യോ ഗൗതം! ഗൗതം, അമ്മേ! അമ്മേ, ഒന്ന് ഓടി വാ! ഗൗതം, അയ്യോ! ഗൗതം, കണ്ണു മോനെ! 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 ദേ, ഗൗതമിന് ഷോക്ക് അടിച്ചു എന്നാ തോന്നുന്നു. കുറച്ച് വെള്ളം എടുക്ക മോനെ. അയ്യോ, മോനെ! ഗൗതം, എടാ ഗൗതം! ഗൗതം, എഴുന്നേക്ക് മോനെ! മോനെ, എന്താ പറ്റിയത്? എഴുതി എന്താ മോനെ! മോനെ! ഈ ലാപ്ടോപ്പിൽ ചാർജിന് കണക്ട് ചെയ്തപ്പോ ഷോക്ക് അടിച്ചു. ശോ, മൊത്തത്തിൽ അപശകനമാ കാണിക്കുന്നത്. എഴുതി ആ തിരുമേനിയെ വിളിച്ചിട്ട് ഈ പൂജയ്ക്ക് നിധിയും പോണോന്നൊന്ന് ചോദിച്ചു നോക്കിയേ. ഇവളെ ഒഴിവാക്കിയാൽ തന്നെ പാതി പ്രശ്നങ്ങൾ തീരും. ഒരാൾക്കൊരു ആപത്ത് പറ്റിയിരിക്കുമ്പോഴും നിങ്ങൾക്ക് എന്നെ ദ്രോഹിക്കണമെന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ അല്ലേ? ഞാൻ ആരെയും ദ്രോഹിക്കാൻ വേണ്ടിയൊന്നും പറഞ്ഞതല്ല. ചില പൂജകളും വഴിപാടുകളും ഒക്കെ നടത്താൻ പോകുമ്പോ ഭാര്യയും കൂട്ടി പോകുന്നതേ ശരിയല്ല. നിങ്ങളൊന്നും മിണ്ടാതിരിക്കോ? എനിക്ക് കുടിക്കാൻ എന്തെങ്കിലും നിർത്തി. എടാ മോനെ, കോഫി കൊണ്ടുവന്നിട്ടുണ്ട്, അത് എടുക്കട്ടെ? ആ മതി, ആ കോഫി ഇതാ. ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ ഗൗതം? കുഴപ്പമൊന്നുമില്ല. കൃത്യ ആ കോഫിയിലേക്ക് തന്നെ പല്ല് വന്ന് വീണല്ലോ. ദേ, വെറും പല്ലി അല്ല, അത് കറുത്ത പല്ലിയാ. അതും അപശകനമായിരിക്കും, പ്രത്യേകിച്ച് നിധി എന്റെ കൂടെ വരുന്നുണ്ടല്ലേ. ചില സൂചനകളൊക്കെ അങ്ങനെ എഴുതി തള്ളണ്ട മോനെ. ആരാ അമ്മ വിളിക്കുന്നത്? വൈകുണ്ഠം മാധവൻ തിരുമേനിയാ. അറ്റൻഡ് ചെയ്യേ ഏട്ടത്തി. എന്തായാലും ഫോൺ എടുത്ത് നോക്കമ്മേ, എന്നിട്ട് സ്പീക്കറിലിട്. നമസ്കാരം തിരുമേനി. എന്തായി? നാളെ പൂജയ്ക്ക് പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ റെഡിയായോ? തിരുമേനി, ഇവിടെ കുറെ അപശകുനങ്ങൾ കണ്ടു തുടങ്ങി. ക്ഷേത്രത്തിൽ ഉടുക്കാനുള്ള ഡ്രസ്സുകൾ അയൺ ചെയ്യുമ്പോ ആ തുണികൾ ഒരു കാര്യമില്ലാതെ കരിഞ്ഞു പോയി തിരുമേനി. മോന് പ്ലഗിൽ നിന്ന് ഷോക്കേറ്റു. അപശകുനങ്ങൾ കണ്ടു തുടങ്ങിയെന്നും ഈ യാത്ര ഉപേക്ഷിക്കണമെന്നും ചോദിച്ച് പാർവതിയമ്മ എന്തേ വിളിക്കാത്തതെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. മാർഗങ്ങൾ ഉപദേശിച്ച എനിക്കും ഇവിടെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങി. ഒഴിവ് ഉപദേശിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യേണ്ട സൂര്യമംഗലം തിരുമേനിക്കും അപകടം മണത്തു തുടങ്ങിയിട്ടുണ്ടാവും. ഈ യാത്രയിൽ കുട്ടികൾക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റുമോ തിരുമേനി? ഇത് വേണ്ടാന്ന് വെക്കണോ? ഗൗതമിന്റെ ദോഷങ്ങൾ അകലാൻ ഈ പരിഹാരക്രിയകൾ നടന്നേ മതിയാവൂ പാർവതിയമ്മേ. ഈ യാത്രയെന്ന് നിധിയെ ഒഴിവാക്കിയ പ്രശ്നം മാറുമെന്ന് ചോദിക്കേ. ആ ചോദ്യം ഞാൻ കേട്ടു. നിധി മരുമകളല്ലേ? ഗൗതം പൂജ നടത്തേണ്ടത് ഭാര്യാസമേതനായിട്ടാണ്, തനിച്ചല്ല. നിസ്സാര പ്രശ്നങ്ങളല്ലേ? ഗൗതമിന്റെ ജാതകത്തിൽ ഒരുപാട് ദോഷങ്ങളുണ്ട്. ഒക്കെയും അകറ്റാൻ ഇന്ന് എന്റെ അറിവിൽ സൂര്യമംഗലം തിരുമേനിയുള്ളൂ. അവിടേക്കുള്ള യാത്രയിൽ തടസ്സങ്ങളും അപശകുനങ്ങളും ഉണ്ടായില്ലെങ്കിൽ മാത്രമാണ് അയക്കേണ്ടത്. പ്രതിബന്ധങ്ങൾ ഒരുപാട് വരും. ചിലപ്പോൾ ജീവൻ തന്നെ നഷ്ടപ്പെടുമെന്ന് തോന്നിയേക്കാം. പിന്മാറരുത്. ദേഹരക്ഷയ്ക്കുള്ള വഴി യാത്രാമധ്യേ ഭഗവാൻ തന്നെ കാട്ടിത്തരും. ധൈര്യമായിട്ട് പൊക്കൊള്ളാൻ പറയൂ പാർവതിയമ്മേ. ശരി തിരുമേനി, ഒരുപാട് നന്ദിയുണ്ട്. വെക്കട്ടെ. ഈ
ജോൽസിന് എന്താ മനഃപൂർവ്വം ആപത്ത് വരുത്താനുള്ള ശ്രമമാണോ? വസു, വെറുതെ നീ ഇനിയും കയറി തടസ്സമൊന്നും പറയണ്ട. ഈ തീരുമാനത്തിന് മാറ്റമില്ല. ഗൗതമും നിധിയും നാളെ സൂര്യമംഗലത്തേക്ക് പോകും.